പാകിസ്ഥാൻ കവചമൊരുക്കിയിട്ടും ഇന്ത്യയുടെ പ്രഥമ പ്രഹരത്തിൽ തന്നെ ഭീകരർക്ക് അടിപതറി. പുലർച്ചെ 1:05 ആരംഭിച്ച ആക്രമണം 25 മിനിറ്റ് നേരം നീണ്ടുനിന്നു. സ്കാൽപ്പ്, ഹമ്മർ മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഭീകരകേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി പങ്കെടുത്തു. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമാണ് ലക്ഷ്യസ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തത്. The latest attack in Pahalgam has understandably generated deep anger in Jammu and Kashmir and in other parts of India. It was deemed essential that the perpetrators and planners of the 22nd April attack be brought to justice. ലഷ്കർ ഭീകരരായ ഹഫീസ് അബ്ദുൾ മാലിക്, വഖാസ് ഹസൻ എന്നിവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ലഷ്കർ തലവൻ ഹഫീസ് സയ്യിദിന്റെയും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെയും കേന്ദ്രങ്ങൾ ഇന്ത്യൻ തിരിച്ചടിയിൽ ഇല്ലാതായി. മസൂദ് അസറിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. പാർലമെന്റ് ആക്രമണം, ഉറി, പുൽവാമ തുടങ്ങി പെഹൽഗാം വരെയുള്ള ഭീകരാക്രമണ ദൃശ്യങ്ങൾ ഓർമ്മിപ്പിച്ചായിരുന്നു വിദേശകാര്യ, പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം. വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം യുവ വനിതാ ഓഫീസർമാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. Operation Sindoor was launched by Indian Armed Forces to deliver justice to the victims of Pahalgam terror attack and their families. 9 terrorist camps were targeted and successfully destroyed. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത മുഴുവൻ വ്യോമസേനാ പൈലറ്റുമാരും സുരക്ഷിതരാണെന്ന് സൈനിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. പ്രത്യാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗർ, ധർമ്മശാല, ലേ, ജമ്മു, അമൃത്സർ തുടങ്ങിയ വിമാനത്താവളങ്ങൾ അടച്ചു. രാജ്യാന്തര വിമാന കമ്പനികൾ പാകിസ്ഥാനിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.